പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോഴേ ഒരു നന്ദി പറയാനും കൂടിയാണ് വന്നിരിക്കുന്നത് സജി വർഗീസ് പാസ്റ്ററുടെ ഭവനത്തിന്. ഞാൻ സജി വർഗീസ് പാസ്റ്റർ ഒരു ദിവസം ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയായിരുന്നു. ചർച്ചോട് ചർച്ചിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് സഭായോഗം നടക്കുന്നത്. ആരാധനയ്ക്കും കൂടെ സൗകര്യത്തിലാണ് അദ്ദേഹം വീട് പണിതിരിക്കുന്നത്. ഭയങ്കര പൊടിയായിരുന്നു. നമ്മൾ പൊടിയൊക്കെ മാറ്റത്തക്കവണ്ണം ഞാൻ ടൈൽസ് ഇടുന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഈ വീട് കംപ്ലീറ്റ് ടൈൽസ് ഇടാൻ ദൈവം അനുഗ്രഹിച്ചു. പൂർണ്ണമായിട്ട് ടൈൽസ് ഇട്ടു. പാസ്റ്റർ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു ടൈൽസ് ഇടുന്നതിന് മുമ്പ്. കാരണം ഈ പൊടി കാരണം. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് 3,76,159 രൂപ 80 പൈസയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ബാലൻസ് ഉള്ളത് 1,379 രൂപയുള്ളൂ. പാസ്റ്റർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഇത് ടൈൽസ് ഇടാനും വേണ്ടിയിട്ട് അതിലൂടെയാണ് പൈസ നമ്മൾ ചോദിച്ചത്. കാരണം കാരണം ഈ ശ്വാസം മുട്ട് കാരണം വലിയ പ്രശ്നങ്ങൾ, ICU, വെന്റിലേറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടൈൽസ് ഇടാതിരിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ദയവായിട്ടൊന്ന് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സജി വർഗീസ് പാസ്റ്ററുടെ വൈഫാണ് ലിനു സജി. എല്ലാ പ്രിയമുള്ളവർക്കും ഓർമ്മയുണ്ടാകും. നിങ്ങൾ ദൈവമക്കളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചത്. തുടർന്ന് ദേവദാസ് സംസാരിക്കും കേട്ടോ, ഒന്ന് കേൾക്കണേ. ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവമക്കളെ, ഞാൻ സജി വർഗീസ് പാസ്റ്റർ ഭാര്യയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് ആഴ്ച 3 ദിവസം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരു ഭവനം വെച്ച് അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ ഡയാലിസിസ് ഇടാതെ ഞങ്ങൾ വളരെ ഭാരത്തോടെ ആയിരുന്നു. കാരണം പല പ്രാവശ്യം അദ്ദേഹം പൊടിയുടെ അലർജി മൂലം പനി കൂടി വെന്റിലേറ്ററിലും ICUയിലൊക്കെ അഡ്മിറ്റ് ആകേണ്ടി വന്നു. എനിക്കും ശ്വാസമുട്ടലുണ്ടായിരുന്നു. ആ സമയത്താണ് കർത്താവിൻ്റെ ദാസൻ സജി പാസ്റ്റർ ഭവനത്തിൽ കടന്നു വരുവാനും ഞങ്ങളുടെ കാര്യങ്ങൾ വീഡിയോയിൽ ഇടുവാനും ഒക്കെ ഇടയായത്. അത് ഞങ്ങൾക്ക് വളരെ ആശ്വാസവും സമാധാനമായി. പ്രിയ ദൈവമക്കളുടെ സഹായ സഹകരണങ്ങൾ മൂലം ഞങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ ടൈൽസ് ഇടുവാനും അതിൻ്റെ പണി പൂർത്തീകരിക്കുവാനും ദൈവം സഹായിച്ചു. ഇത് ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസനും തുടർ ചികിത്സയ്ക്കായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ കോട്ടയം കാരിദാസിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് എൻ്റെ ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് പകുതിയോളം ടെസ്റ്റുകളൊക്കെ ഓക്കെ ആവും. ദേവദാസിയാണ് കിഡ്നി കൊടുക്കുന്നത്. ഓക്കെ. ഞാനാണ് കൊടുക്കുന്നത്. എൻ്റെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് പകുതിയോടെ ടെസ്റ്റുകളൊക്കെ പൂർത്തിയായിരിക്കും. മാർച്ച് അവസാനം ഓപ്പറേഷൻ കാണുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹകരണവും ചോദിക്കുന്നു. എല്ലാ ദൈവമക്കളുള്ള ആത്മാർത്ഥമായ നന്ദി സ്നേഹം അറിയിച്ചു. ഇതുവരെ നമ്മൾ സംസാരിച്ചപ്പോൾ ദേവദാസി പറയുമ്പോൾ നിങ്ങൾ കേട്ടില്ല, ഒരു ശബ്ദത്തിന് എന്താ പറയുക, ഒരു ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. പൊടിക്കാത്തായിരുന്ന സമയത്ത് വളരെ പ്രയാസമായിരുന്നു. നിങ്ങളുടെ സഹായത്താൽ പ്രാർത്ഥനയാൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി. തുടർന്ന് ദിവ്യാസിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്ന കാര്യങ്ങളുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കാരണം ആ ദിവ്യാസിന് കിഡ്നി മാറ്റിവെക്കാൻ വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ അത് പലരുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 54 വയസ്സേ ഉള്ളൂ. ഇനിയും ദീർഘമായി കർത്താവിനെ സേവിക്കുവാനുള്ള കാര്യങ്ങളുണ്ട്. ഈ വീട്ടിൽ വെച്ചാണ് ആരാധന നടക്കുന്നത്. 6 കുടുംബങ്ങളാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സഭയിൽ. അപ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിനും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ആരും സഹായിക്കാനില്ലാത്ത പ്രിയമുള്ളവരെയാണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പോൾ ദൈവദാസന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. 53 വയസ്സ്, 54 വയസ്സാണ് ദിവ്യാസന്. 4 മണിക്കൂർ അല്ലേ? എത്ര മണിക്കൂറാ? 4 മണിക്കൂർ ഡയാലിസിസിന് വേണ്ടിയിട്ട് ആ കിടക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. അങ്ങനെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ വേദനകളും പ്രയാസങ്ങളും അറിയുള്ളൂ. തീർച്ചയായിട്ടും
സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. 3 ലക്ഷം എത്ര നമുക്ക് വിട്ടിരിക്കുന്നത്? 3,77,488 രൂപ. ഓക്കെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.